നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് വിയോഗപ്പെട്ടു പോയ കൊച്ചു മക്കളും ചെറിയങ്കിഴ് മോനും അതിൽ തൃശ്ശൂർ മോനും അതുപോലെ കോഴിക്കോട് മോനും പാറശാലയിലെ മോനും പാമ്പടിയിട്ട് മരിച്ചു എല്ലാ ആത്മാവിനും എന്താ പ്രണാമം അർപ്പിക്കുന്നു. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. പക്ഷേ വൈകിപ്പോയി പ്രണാമം അർപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ 35, 36, 37 ഇങ്ങനെ ചൂട് നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ 38 വരെ പോയൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊന്നും പാമ്പുകളുടെ സാന്നിധ്യം ഇത്തിരി ഉണ്ടായിട്ടില്ല. 25 വർഷത്തെ സർവീസിനിടയിൽ ഇന്ന് വരെ എനിക്ക് സിറ്റിക്കകത്ത് വലിയ ഒരു മൂർഖൻ പാമ്പിനെ കിട്ടിയിട്ടില്ല. കുഞ്ഞു മൂർഖനെ പോലും കിട്ടിയിട്ടില്ല. ഇപ്പോൾ 2-3 വർഷത്തിന് ഇപ്പുറം കിട്ടുന്നതെല്ലാം നല്ല സൈസുള്ള മൂർഖൻ പാമ്പുകൾ. ചേട്ടൻ വന്നോ, ഇതാ ഇപ്പോൾ ഒരാളൊന്ന് പിടിച്ചുകൊണ്ട് ആരാണെന്ന് അറിയില്ല. അത് ഞാൻ പാരിപ്പള്ളി ചെല്ലുമ്പോൾ ചേട്ടാ ഇതാ ഇപ്പോൾ ഒന്ന് പിടിച്ചുകൊണ്ട് ആരാണെന്നില്ല. ആറ്റിങ്ങിൽ ചെല്ലുമ്പോൾ അയ്യോ ഇതാ ഇപ്പോൾ ഒന്ന് ഒരാൾ പിടിച്ചുകൊണ്ട് അറിയില്ല. അല്ല ഇപ്പോൾ നെയ്യാറ്റിങ്ങൽ ചെല്ലുമ്പോഴത്തേക്ക് അയ്യോ ചേട്ടാ ഇതിൻ്റെ അടിയിൽ കയറി എന്നെ വിമർശിച്ചിട്ട് എന്നെ അമ്മയ്ക്ക് വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്കൊരു കടി കിട്ടിയ സമയത്താണ് ഒരു ഓഫീസർ വന്ന് വളരെ മോശമായിട്ട് എനിക്ക് എൻ്റെ കയ്യിലിരിപ്പോണ്ടാണ് പാമ്പ് കടി കിട്ടിയെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഇനി ആർക്കും പാമ്പ് കടി കിട്ടരുതെന്നും പറഞ്ഞൊരു സംവിധാനം കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ആ സംവിധാനം തുടങ്ങിയ ശേഷം ആ സംവിധാനത്തിൽ നിൽക്കുന്നവർക്ക് 3 വർഷം കൊണ്ട് 128 പേർക്ക് കടി കിട്ടി. ഒരു വാർത്ത ഉണ്ടായില്ല. ഇപ്പോൾ ഇതുപോലെ അണലി അല്ലെങ്കിൽ മൂർഖൻ പോലെയുള്ള പാമ്പുകളാണ് സജീവമായി പൊതു ഇടങ്ങളിൽ കാണുന്നത്. അതെന്തുകൊണ്ടാണ് ആ പാമ്പുകൾ കൂടുതലായിട്ട് വരുന്നത്? പാമ്പിനെ വേട്ടയാടുന്ന ഒരു പക്ഷി മയിലല്ല. പാമ്പിനെ വേട്ടയാടുന്ന മൃഗം എന്താ നല്ല ജീവി കീരിയല്ല. പാമ്പിനെ വേട്ടയാടുന്ന ഏറ്റവും നല്ല പക്ഷി എന്ന് പറയുന്നത് പാലക്കാട് പാമ്പടിയുടെ എണ്ണം കുറഞ്ഞു. പാലക്കാട് ഒരു 10 വർഷത്തിന് മുന്നേ ഉണ്ടായിരുന്ന പാമ്പടിയല്ല ഇപ്പോൾ വളരെ എണ്ണം കുറഞ്ഞു. പാമ്പിലെ പാലക്കാട് എണ്ണം കുറയാൻ കാരണം എന്താണ്? കോഴിക്കോടോ എറണാകുളത്തെ ഒരു പാമ്പ് പൂച്ച ഇങ്ങനെ വരട്ടിക്കൊണ്ടുവരുന്നു. ആ പാമ്പ് എന്നൊരു ബൈക്കിൽ കയറുന്നു. ഒരു മോന് ഹെൽമെറ്റ് എടുക്കാൻ പറ്റുന്ന പാമ്പ് ഇങ്ങനെ ബൈക്കിൽ നിന്ന് എത്തിപ്പിടിക്കുന്നു. എന്ത് വിവരക്കേടാണെന്ന് അറിയാം ആ വീഡിയോയുടെ അടി പറയുന്നത്. ഒരു പാമ്പ് കടിയിട്ട് ഒരു വീട്ടിലൊരു കുട്ടി മരിക്കുമ്പോൾ ആ കുട്ടി മാത്രമല്ല മരണപ്പെടുന്നത്, ആ വീട്ടിൽ എല്ലാവരും മരണപ്പെടുകയാണ്. കാരണം മരിച്ചു കിടക്കുന്ന കുട്ടിയുടെ അച്ഛൻ്റെ മുന്നിൽ ഒന്ന് ബൈറ്റ് എടുത്തിട്ട് പോകും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. ഇതൊക്കെയാണ് സത്യം. നിങ്ങളൊന്ന് ഒഴിവാക്കണം. ഒരു 2 ദിവസം സമയമെങ്കിലും ആ പാവപ്പെട്ടവന് കൊടുക്കൂ. അവരൊന്ന് മനസ്സൊന്ന് നിയന്ത്രിച്ച് വരട്ടെ. താലൂക്ക് ഹോസ്പിറ്റലിൽ ആൻറ്റിവനം ഉണ്ടെന്ന് പറയപ്പെടുന്നു. എനിക്കറിയില്ല. ആൻറ്റിവനം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഒരു സ്ഥലത്തും ആൻറ്റിവനം കൊടുത്തായിട്ട് ഇതുവരെ റിപ്പോർട്ടുകളില്ല. ആൻറ്റിവനം സ്റ്റോക്ക് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആൻറ്റിവനം റീഡെവലപ്പ് ചെയ്യണം. പുതിയതായിട്ട് ചെയ്യേണ്ട കാര്യം സമയമായി. ഇത് പഴയതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ആൾ മരണപ്പെടുന്നത്. അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാകുന്നു, കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം ഒരു 2 വർഷത്തോളമൊക്കെ കാലാവധിയിലാണ്. കാരണം താലൂക്ക് ഹോസ്പിറ്റലിൽ മരുന്ന് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. അവിടെ വേണ്ടത് ഒന്ന് വെന്റിലേറ്റർ സംവിധാനം വേണം. കാരണം ഒരു ലേഡിയുടെ ഒരു വാർത്ത കൊണ്ട് പാമ്പ് കടിയേറ്റാൽ പേടിക്കണ്ട, വീട്ടിലിരിക്കും, ആംബുലൻസ് ഒന്ന് കൊണ്ടുപോകുന്നു. എങ്ങോട്ടാണ് കൊണ്ടുപോകണത്? മോർച്ചറിയിലേക്കാണോ അതെ അടക്കം ചെയ്യാനാണോ? എന്ത് പൊട്ടത്തരാണ് നിങ്ങൾ എഴുന്നള്ളിച്ച് വിടുന്നത്? നിങ്ങൾ മൊബൈലിൽ കരുതി വെക്കേണ്ടത് 108ൻ്റെ നമ്പരല്ല. നിങ്ങൾ കരുതി വെക്കേണ്ടത് കേരളത്തിലെ ആൻറ്റിവനം, തിരുവനന്തപുരം ജില്ലക്കാരാണ്. തിരുവനന്തപുരം ജില്ലയിൽ എവിടെയൊക്കെ നിങ്ങൾ കാര്യം നമ്മുടെ നാട്ടിൽ ഒരു പഠനങ്ങളില്ല, ഒന്നിനെ കുറിച്ചും പഠനങ്ങളില്ല. ചുമ്മാ തള്ളി വിടുകയാണ്. ചില ആൾക്കാരെന്ന് പറയുന്നത് പാമ്പ് കടിയിൽ എണ്ണം കുറഞ്ഞു. എന്തിൻ്റെ ബേസിലാണ് പറയുന്നത്? ഒരു കുടുംബം ഒരു പാമ്പിനെ കാണുമ്പോൾ അവരെന്താണ് ശരിക്കും ചെയ്യേണ്ടത്? ഇപ്പോൾ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകുന്ന അമ്മമാർ, അപ്പോൾ അമ്മമാർ ചെയ്യേണ്ട എന്താണ്? ഗംബൂട്ട് ധരിക്കുക. പിന്നെ അമ്മമാർ ചെയ്യേണ്ട നീളമുള്ള വടി ഉപയോഗിച്ച് തട്ടി നടന്നു പോവുക. അതുപോലെ തന്നെ പാമ്പ് പിടിച്ചാൽ പൈസ വാങ്ങിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ 5500 രൂപ വെച്ച് 4500 രൂപ വാങ്ങിയിട്ട് പോയിരുന്നു. 4500 അതേ വീട്ടിൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് 300 രൂപ എന്നുള്ളതാണ്. അപ്പോൾ ചെറിയങ്കിഴ് താലൂക്ക് ഹോസ്പിറ്റലിൽ ആര് തന്നെ ആയിക്കോട്ടെ, ഇനി എൻ്റെ അപ്പനാണെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ചെയ്തത് തെറ്റല്ലേ? നിങ്ങളൊരു കുട്ടിയെ പാമ്പ് കടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ നേഴ്സിനോട് പറഞ്ഞത് എന്താണ്? പാമ്പ് കടിയേറ്റാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള മരണം എത്ര ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം? ട്രീറ്റ്മെൻറ്റിലിരിക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ട് എത്ര ഈ മരുന്നിൻ്റെ പ്രശ്നം കൊണ്ട് മരണപ്പെടുന്നതിൻ്റെ കണക്കുപോലെ നിങ്ങൾക്കുണ്ടോ? എന്ത് വന്നാലും എന്താ പറയുന്നത്? പാമ്പ് കടി മരിച്ചു. അപ്പോൾ പഴി മൊത്തം പാമ്പിന്. നമസ്കാരം. ഓൺലൈൻ മലയാളി വാർത്തയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇപ്പോൾ സാധാരണയുള്ള ഗതിയിൽ നിന്ന് മാറ്റമായിട്ട് ഇത്തവണത്തെ ചൂടുകാലത്ത് പാമ്പുകളുടെ ശല്യം ഭയങ്കര കൂടുതലാണെന്നാണ് പൊതുവെയുള്ള നമ്മൾ കാണുന്നത്. എന്താണ് അങ്ങനെ ഒരു മാറ്റത്തിന് കാരണം? നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ 35, 36, 37 ഇങ്ങനെ ചൂട് നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ 38 വരെ പോയൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊന്നും പാമ്പുകളുടെ സാന്നിധ്യം ഇത്തിരി ഉണ്ടായിട്ടില്ല. ഇതിന് ഇപ്പോൾ എന്നെപ്പോലുള്ളവർ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർക്ക് വിമർശനങ്ങളുണ്ടാകും. പക്ഷേ ഒരു കാര്യം സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുകയാണ്. നമ്മുടെ നാട്ടിൽ പാമ്പിനെ പിടിക്കുന്നതിനുള്ള കുറേ അറിയപ്പെടുന്ന ആൾക്കാരുടെ ക്യാച്ചിങ് പോളിസിയുണ്ട്, റിലീസിങ് പോളിസി. തുറന്നു വിടുന്നത് എവിടെയാണെന്നുള്ള കൃത്യമായിട്ട് കണക്കുകളില്ല. പിന്നെ അതുമാത്രം പാമ്പ് പിടുത്തക്കാരുടെ എണ്ണം കൂടിയപ്പോൾ നമ്മുടെ പാമ്പിൻ്റെ എണ്ണം വളരെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ പാമ്പ് മരണപ്പെടുന്നതിനേക്കാളും
പാമ്പിൻ്റെ എണ്ണം വളരെ അമിതമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതിനൊരിക്കലും ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ സാധാരണ പണ്ട് കാലങ്ങളിൽ എൻ്റെ ഒരു 13 വയസ്സ് 14 വയസ്സ് തുടങ്ങിയ പാമ്പുമായിട്ടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ഒരു 10 39 ഒരു 25 വർഷം കൂട്ടിക്കുള്ളൂ, ബാക്കി അങ്ങ് പോട്ടെ, ബാക്കിയുള്ള കൂട്ടണ്ട. 25 വർഷത്തെ സർവീസിനിടയിൽ ഇന്ന് വരെ എനിക്ക് സിറ്റിക്കകത്ത് വലിയ ഒരു മൂർഖൻ പാമ്പിനെ കിട്ടിയിട്ടില്ല. കുഞ്ഞു മൂർഖനെ പോലും കിട്ടിയിട്ടില്ല. അത് കുഞ്ഞിനെ കിട്ടിയെങ്കിലേ നമുക്ക് വലുത് കിട്ടാൻ സാധ്യത. പക്ഷേ ഇപ്പോൾ കിട്ടുന്നത്, ഇപ്പോൾ 2-3 വർഷത്തിന് ഇപ്പുറം കിട്ടുന്നതെല്ലാം നല്ല സൈസുള്ള മൂർഖൻ പാമ്പുകൾ. പാമ്പ് ഇല്ലാതിരുന്ന സ്ഥലങ്ങളിൽ പാമ്പുകൾക്കെല്ലാം ഒരു ടെറിട്ടറി ഉണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്നൊന്നും എനിക്കറിയില്ല. ടെറിട്ടറിയിലാണ് പാമ്പ്. എല്ലാ പാമ്പുകളും ടെറിട്ടറിയിലാണ്. പക്ഷേ ടെറിന് ആ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് അവർ ജീവിക്കുന്നു. അവർക്ക് ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് ജീവിക്കുന്നു, വെള്ളം കിട്ടുന്ന സ്ഥലത്ത് ജീവിക്കുന്നു. അതിപ്പോൾ കോബ്രയുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള പാമ്പുകളുടെ എണ്ണം കുറവായിരിക്കും. നമുക്ക് സാധാ കോബ്ര എല്ലാ പാമ്പുകളെയും പിടിക്കുന്ന ഒരു പാമ്പാണ്. അത് നമ്മുടെ നാട്ടിൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലം തന്നെ വിജനമായ ഭയങ്കര ഒരു കായലായിരുന്നു. ആക്കുളം ലേക്കായിരുന്നു, ഭയങ്കര കായലാണ്. അതൊന്നും ഇപ്പോൾ നികത്തി ഇവിടെയൊന്നും ഞാൻ വന്ന് ഇവിടെ മാസങ്ങൾ കൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരു പാമ്പിനെയും കാണാൻ. ഇവിടെ രാത്രി കാലങ്ങളിലും പകലായാലും എല്ലാ വൃത്തിയുടെ കാര്യങ്ങൾക്കും ഇവിടെ ആൾക്കാർ വരാറുണ്ട്. അവർക്ക് ആർക്കും ഒരു ചേരയുടെ കടികളും കിട്ടിയൊരു സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ഒരു പാമ്പിനെ പിടിക്കുന്ന വീടിനടുത്തു നിന്ന് തന്നെ വീണ്ടും അടുത്ത പാമ്പുകളെ പിടികൂടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അതിലുപരി എനിക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം, ഇപ്പോൾ നമുക്കറിയാം ഞാനിപ്പോൾ പല സ്ഥലത്തും പാമ്പിനെ പിടിക്കാൻ പണ്ടൊക്കെ ആകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെല്ലുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ 2-3 സ്ഥലം പേര് പോകുന്നു. അപ്പോൾ നമ്മളെയൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ മുള്ളാൻ നിന്നാൽ പോലും ആളുകൾ നോക്കി എന്തിനാ അവിടെ മുള്ളാൻ നിൽക്കുക, അവിടെ നിൽക്കുക, ഇറങ്ങി എന്തിനു നോക്കി ആളുകൾ ഓടി നമ്മുടെ അടുത്തേക്ക് വരും. ഇപ്പോൾ അങ്ങനെയല്ല. ആരാണ് പാമ്പ് കൊടുത്തക്കാരൻ പോലും ആർക്കും അറിയില്ല. ഞങ്ങൾ പല സ്ഥലത്ത് ഇപ്പോൾ ഞാൻ ചെറിയെങ്കിൽ ചെല്ലുമ്പോൾ പറയാം, ചേട്ടൻ വന്നോ, ഇതാ ഇപ്പോൾ ഒരാളൊന്ന് പിടിച്ചുകൊണ്ട് ആരാണെന്ന് അറിയില്ല. അത് ഞാൻ പാരിപ്പള്ളി ചെല്ലുമ്പോൾ ചേട്ടാ ഇതാ ഇപ്പോൾ ഒന്ന് പിടിച്ചുകൊണ്ട് ആരാണെന്നില്ല. ആറ്റിങ്ങിൽ ചെല്ലുമ്പോൾ അയ്യോ ഇതാ ഇപ്പോൾ ഒന്ന് ഒരാൾ പിടിച്ചുകൊണ്ട് അറിയില്ല. അല്ല ഇപ്പോൾ നെയ്യാറ്റിങ്ങനെ ചെല്ലുമ്പോൾ അയ്യോ ചേട്ടാ ഇപ്പോൾ ഒരാളൊന്ന് പിടിച്ച് അങ്ങോട്ട് ചാക്കിലായി കൊണ്ടുപോയതുള്ളൂ. ഇത് ആരാണ് എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. ഇത് എവിടെ വിടുന്നു എന്നുള്ളൊരു കൃത്യമായിട്ടൊരു എന്താ പറയുക, ഒരു കണക്കുകളില്ല. ഇത് എവിടെയെങ്കിലും പറമ്പുകൾ കണ്ട് അവിടെയൊക്കെ പാമ്പുകൾ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പാമ്പിൻ്റെ എണ്ണം കൂടുന്നത്. അതിന് യാതൊരു സംശയമില്ല. ഇനി ഇതിൻ്റെ അടിയിൽ കയറി എന്നെ വിമർശിച്ചിട്ട് എന്നെ അമ്മയ്ക്ക് വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സത്യസന്ധമായിട്ട് കാര്യം പറയുമ്പോൾ അവർക്ക് അപ്പനും അമ്മയും വിളി കിട്ടുന്നത് നമ്മുടെ കേരളത്തിലൊരു സ്വാഭാവികമുള്ള ഒരു യാത്രയാണ്. ഞാനിപ്പോൾ കേരളത്തിൽ കർണാടക പോയി, അവിടെ പാമ്പിടിയുടെ എണ്ണം കുറവാണ്. മഹാരാഷ്ട്ര പോയി, പാമ്പിടിയുടെ എണ്ണം കുറവാണ്. പക്ഷേ വേറൊരു സത്യമുണ്ട്, നിങ്ങൾക്കറിയാമോ? കേരളത്തിൽ പാമ്പ് പിടുത്തക്കാർക്ക് എനിക്കൊരു കടി കിട്ടിയ സമയത്താണ് ഒരു ഓഫീസർ വന്ന് വളരെ മോശമായിട്ട് എനിക്ക് എൻ്റെ കയ്യിലിരിപ്പോണ്ടാണ് പാമ്പ് കടി കിട്ടിയെന്ന് പറയും. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഇനി ആർക്കും പാമ്പ് കടി കിട്ടരുതെന്നും പറഞ്ഞൊരു സംവിധാനം കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ആ സംവിധാനം തുടങ്ങിയ ശേഷം ആ സംവിധാനത്തിൽ നിൽക്കുന്നവർക്ക് 3 വർഷം കൊണ്ട് 128 പേർക്ക് കടിയിട്ടു, ഒരു വാർത്ത ഉണ്ടായിട്ടില്ല. അതിൽ 2 പേർക്ക് രാജവമ്പളുടെ കടിയിട്ടു, ഒരു വാർത്ത ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അതിനേക്കാളുപരി എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ഓൺലൈൻ മലയാളി വാർത്തയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്കൊരു കാര്യം കൂടെ ഇതിൽ പറയേണ്ടത്, നമ്മുടെ നാട്ടിലെ അടുത്ത കാലത്ത് വിയോഗപ്പെട്ടു പോയ കൊച്ചു മക്കളും, ചെറിയങ്കിഴ് മോനും, അതിൽ തൃശ്ശൂർ മോനും, അതുപോലെ കോഴിക്കോട് മോനും, പാറശാലയിലെ മോനും, ഒരുപാട് എന്താ പറയുക, നമ്മുടെ ആലപ്പുഴയിലെ അമ്മയും, എനിക്ക് അന്ന് ആ വീട്ടിലെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരത്തെ ആ കൊച്ചിൻ്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് നിന്നുള്ളൊരു വീട്ടിൽ നിന്ന് 5 ശങ്കുരനെ കിട്ടുന്നത് ആ വീട്ടിൻ്റെ ഓണർ മനോജ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാരേട്ടൊരു അമ്മ പാമ്പടിയിട്ടുമുണ്ട്. ഇവരൊക്കെ മരിച്ചുപോയ എല്ലാ പാമ്പടിയിട്ട് മരിച്ചു എല്ലാ ആത്മാവിനും എന്താ പ്രണാമം അർപ്പിക്കുന്നു. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. പക്ഷേ വൈകിപ്പോയി പ്രണാമം അർപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ വല്ലതും പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ പാമ്പിൻ്റെ എണ്ണം കൂടുന്നത് ചൂട് കൂടിയത് കൊണ്ടല്ല എന്ന് നിങ്ങൾ തന്നെ അടിവരായിട്ട് പറഞ്ഞു. ഇതിനേക്കാളും ചൂട് കൂടിയ സ്ഥലത്ത് നമുക്ക് പാമ്പ് ഒത്തിരി ചൂട് കൂടിയിട്ടുണ്ട്. അന്നൊന്നും ഒത്തിരി പാമ്പുമില്ല, പാമ്പ് കടിയുമില്ല. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പറഞ്ഞു വന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒട്ടനവധി പാമ്പുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ ഇതുപോലെ അണലി അല്ലെങ്കിൽ മൂർഖൻ പോലെയുള്ള പാമ്പുകളാണ് സജീവമായി പൊതുയിടങ്ങളിൽ കാണുന്നത്. അതെന്തുകൊണ്ടാണ് ആ പാമ്പുകൾ കൂടുതലായിട്ട് വരുന്നത്? നല്ല ചോദ്യമാണ്. കാരണം ശങ്കുരൻ പാമ്പിന് അധികം പ്രചരണം ഇല്ല. അതൊരു 2 മുതൽ 16 മുട്ട 18 മുട്ട വരെയൊക്കെ സംഭവങ്ങളുണ്ട്. എൻ്റെ 14 ഇട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാം വിരിഞ്ഞിട്ട് എനിക്കൊന്ന് 6 മട്ടേ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് റിലീസിംഗ് വെച്ചൊരു പാമ്പായിരുന്നു. അത് 6 വിരിഞ്ഞു, 6 കാട്ടിലേക്ക് കിട്ടും. പക്ഷേ എല്ലാം ജീവിക്കുന്നത് 6 ചിലപ്പോൾ 2 3 ചിലപ്പോൾ 1 രക്ഷപ്പെടാറുള്ളൂ. പക്ഷേ അണലിയുടെ ഒരു പ്രത്യേകം, അണലിക്ക് എണ്ണം കൂടാൻ സാധ്യത അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ തന്നെ ഞാൻ ഏകദേശം ഒരു 20,000 മേളിൽ അണലിയുടെ കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിൽ ഞാൻ ഡെലിവറി ചെയ്തിട്ടുള്ള ആളാണ്. 25,000 മേളിൽ മൂർഖൻ പാമ്പിൻ്റെ മുട്ട എൻ്റെ വീട്ടിൽ ഞാൻ വിരിയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ സമയത്ത് അണലിയൊക്കെ പ്രസവിക്കുമ്പോൾ ഞാൻ ആലപ്പുഴയിൽ നിന്നുണ്ട്. എനിക്ക് 15 വർഷങ്ങൾ 10-12 വർഷങ്ങൾക്ക് പിന്നെ ആലപ്പുഴയിൽ നിന്നുണ്ടെന്ന് ഒരു അണലി പ്രസവിച്ചത് 50, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ 56 കുഞ്ഞുങ്ങൾക്ക് മേളിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മൂർഖൻ പ്രസവിച്ചത് 42 മുട്ട കുളത്തൂപ്പുഴയിലൊരു ജമാഅത്തി പള്ളിയിൽ നിന്ന്, നിസ്കാര പള്ളിയിൽ നിന്ന് പുറകിൽ നിന്ന് എനിക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എണ്ണത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ വരുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ പണ്ടൊക്കെ ആണെങ്കിൽ ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു പക്ഷി, പാമ്പിനെ വേട്ടയാടുന്ന ഒരു പക്ഷി മയിലല്ല, പാമ്പിനെ വേട്ടയാടുന്ന മൃഗം നല്ല ജീവി കീരിയല്ല. പാമ്പിനെ വേട്ടയാടുന്ന ഏറ്റവും നല്ല പക്ഷി എന്ന് പറയുന്നത് നമ്മുടെ ചക്രവാക പക്ഷി എന്നറിയപ്പെടുന്ന, ചെമ്പോത്ത് എന്നറിയപ്പെടുന്ന ഉപ്പനായിരുന്നു. ഉപ്പൻ്റെ വംശനാശം സംഭവിക്കുന്നു. കാരണം ഉപ്പനിപ്പോൾ ധാരാളം ഉപ്പന്മാർ വണ്ടി ഇടിച്ച് മരിച്ചു കിടക്കാൻ നമുക്ക് കാണാൻ പറ്റും. വണ്ടി ഉപ്പന് നന്നായിട്ട് പൊങ്ങി പറക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ പറന്നു പോകുമ്പോൾ സ്പീഡിൽ വരുന്നത് വണ്ടി തട്ടിയിട്ട് മരണപ്പെടുന്നു. അപ്പോൾ ആ ഒരു പക്ഷിയുടെ എന്താ പറയുക എണ്ണം കുറയുന്നതനുസരിച്ച് നമ്മുടെ നാട്ടിൽ കുറേ പാമ്പുകളുടെ വർധനമുണ്ടാകും. പിന്നെ അത് മാത്രമല്ല,
മാത്രമല്ല വേറൊരു പ്രത്യേകത കീരിയൊന്നും അധികം പാമ്പിനെ പിടിക്കുന്ന ജീവികളല്ല, ജീവിയൊന്നും അല്ല. പക്ഷെ നമ്മളൊക്കെ പറഞ്ഞ കീരിയാണ് പാമ്പിനോട് അല്ല. പിന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് പാമ്പിന് വളരാനുള്ളൊരു സാഹചര്യം. പണ്ടൊക്കെ ആണെങ്കിൽ പാടവരമ്പിൽ ഇപ്പോൾ നമുക്കറിയാം, ഒരാൾ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പാലക്കാട് പാമ്പൊടിയുടെ എണ്ണം കുറഞ്ഞു. പാലക്കാട് ഒരു 10 വർഷത്തിന് മുന്നേ ഉണ്ടായിരുന്ന പാമ്പൊടിയല്ല ഇപ്പോൾ വളരെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പാലക്കാട് എണ്ണം കുറയാൻ കാരണം എന്താണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ കാരണം എന്താണെന്ന്? അവിടെ നിന്ന് പാടത്ത് പണിയുന്ന ആൾക്കാർ എത്ര പേരുള്ളത്? 10 വർഷങ്ങൾക്ക് മുന്നേ എത്ര ആൾക്കാരുണ്ടായിരുന്നു? ഇന്ന് പാടത്ത് പണിയുന്ന ആരാണ്? ആൾക്കാരല്ല, മെഷീനാണ്. ഉഴുന്നത് ട്രാക്ടറാണ്, കൊയ്യുന്നത് കൊയ്ത്ത് മെഷീനാണ്. ഇപ്പോൾ ഇവിടെ എങ്ങും പണിക്കാരിറങ്ങുന്നില്ല, അതുകൊണ്ട് അവർക്ക് കടി കിട്ടുന്നില്ല. ഒന്ന്. രണ്ടാമത്തിന് അവിടെ കൂടെ വണ്ടി ഓടി പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വണ്ടി ഇറങ്ങി മരിച്ചു പോകുന്നു. പിന്നെ എങ്ങനെയാണ് അവിടെ കടി കിട്ടുന്നത്? ഇതൊന്നും എന്താ പറയുക യാഥാർത്ഥ്യമായ കാര്യങ്ങൾ, ചുമ്മാ എന്തെങ്കിലും വാർത്തകൾ പടച്ചുകൂടിയാണ്. നിങ്ങൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ പ്രിയപ്പെട്ട ഓൺലൈൻ മലയാളി വാർത്തയിൽ എനിക്കൊരു പ്രിയപ്പെട്ട ഒരു പ്രേക്ഷകർ പറയാനുള്ളത്, നിങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തൃശ്ശൂരോ കോഴിക്കോടോ എറണാകുളത്തെ എവിടെ ഒരു പാമ്പ് പൂച്ച ഇങ്ങനെ വിരട്ടിക്കൊണ്ട് വരുന്നു. ആ പാമ്പ് എന്നൊരു ബൈക്കിൽ കയറുന്നു. ഒരു മോന് ഹെൽമെറ്റ് എടുക്കാൻ പറ്റുന്ന പാമ്പ് ഇങ്ങനെ ബൈക്കിൽ നിന്ന് എത്തിപ്പിടിക്കുന്നു. എന്ത് വിവരക്കേടാണെന്നറിയാം ആ വീഡിയോയുടെ അടി പറയുന്നത്. ആ വാർത്ത വായിക്കുന്ന ആൾ പറയുന്നത് അത്ഭുതകരമായി മൂർഖൻ പാമ്പിൻ്റെ കടിയിൽ നിന്ന് ആൾ രക്ഷപ്പെട്ടു. എന്ത് മാങ്ങയിലെ പാമ്പാ അത്? ചേരപ്പാമ്പായിരുന്നു. ചേരപ്പാമ്പിനെ കണ്ടിട്ട് ജനങ്ങളെ പേടിപ്പിച്ച് എന്താ പറയുക മനുഷ്യനെ ദ്രോഹിച്ച് കൊല്ലുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർ. ആ ചേരപ്പാമ്പിനെ കണ്ട് അത് ഭയങ്കര. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളും പരമാവധി മനുഷ്യന്മാരെ പേടിപ്പിച്ച് കൊല്ലാതിരിക്കുക. ഒരു പാമ്പ് കടിയിട്ട് ഒരു വീട്ടിലൊരു കുട്ടി മരിക്കുമ്പോൾ ആ കുട്ടി മാത്രമല്ല മരണപ്പെടുന്നത്, ആ വീട്ടിൽ എല്ലാവരും മരണപ്പെടുകയാണ്. കാരണം അവരുടെ മാനസികാവസ്ഥ അതാണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ കുട്ടിയുടെ അച്ഛൻ, അമ്മ ഇവരൊക്കെ മരിച്ചതിന് തുല്യമാണ് ആ വീട്ടിൽ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഇങ്ങനെ ഭീകരപ്പെടുത്തുന്ന കഥകൾ പറയാതിരിക്കുക. ഇനി ഒരു കാര്യം ഞാൻ ആരോട് ഞാൻ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം നിങ്ങളറിയാം. ഈ ചെറിയെങ്കിലും ഒരു മോൻ മരണപ്പെട്ട അഴൂർ മോൻ മരണപ്പെട്ടിട്ട് ആ വീട്ടിൻ്റെ അന്ന് അവർ പാമ്പിനെ തല്ലിക്കൊന്നു. ഇപ്പോൾ തല്ലിക്കൊല്ലൽ കൂടിയിട്ടുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപ്പെടുന്നത് അവൻ്റെ എന്താ വിഷമം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ വന്നിരുന്നിട്ട് ചുമ്മാ കഥ പറഞ്ഞ് തള്ളി വെച്ചിട്ട് പോകാം. ഒരു വിഷമം അവർക്കൊന്നുമില്ല. അവർക്കൊക്കെ എന്താ പറയുക മരിച്ചു കിടക്കുന്ന കുട്ടിയുടെ അച്ഛൻ്റെ മുന്നിൽ ഒന്ന് ബൈറ്റ് എടുത്തിട്ട് പോകും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. ഇതൊക്കെയാണ് സത്യം നിങ്ങളൊന്ന് ഒഴിവാക്കണം. 2 ദിവസം സമയമെങ്കിലും ആ പാവപ്പെട്ടവന് കൊടുക്കൂ. അവരൊന്ന് മനസ്സൊന്ന് നിയന്ത്രിച്ച് വരട്ടെ. അതവിടെ നിൽക്കട്ടെ. ഈ ചെറിയെങ്കിലും മരണപ്പെട്ട കുട്ടിയുടെ വീട്ടിൻ്റെ 2 വീട് അപ്പുറത്തു നിന്ന് മൂർഖൻ പാമ്പിനെ പിടിച്ചെന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട 1-2 വാർത്താ ചാനലുകൾ കൊടുത്തിട്ടുണ്ട്. എന്ത് വിവരക്കേടാണ്! 1.5 കിലോമീറ്റർ അപ്പുറത്ത് റെയിൽവേ ഗേറ്റിൻ്റെ അപ്പുറത്താണ് പിടിവിടും. 1.5 കിലോമീറ്റർ അപ്പുറത്താണ് പിടിവിടുന്നത്. അത് 2 ദിവസം കഴിഞ്ഞാണ് പിടിവിടുന്നത്. അത് പറമ്പിൽ നിന്നാണ് പിടിവിടുന്നത്. അവിടെയൊക്കെ പാമ്പുള്ള സ്ഥലമാണ്. ഉടനെ ആ വീട്ടിൻ്റെ അടുത്ത വീട്ടിൽ നിന്ന് പിടികൂടി. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ ഭീതിപ്പെടുത്തുന്ന രീതിയിലേക്ക് കണ്ടുപോകുന്നത്. പാമ്പിനെ വളരാനുള്ളൊരു സാഹചര്യം നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വൃദ്ധന്മാരുടെയും വൃദ്ധകളായ അമ്മയുടെ അപ്പന്മാരുടെയും നാടായി മാറുന്നു കേരളം. കാരണം ചെറുപ്പക്കാർ ഇവിടെ പഠിച്ചിട്ട് ഇവിടുത്തെ ബുദ്ധി കൊണ്ട് മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ആ ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ത് വികസനം നമ്മുടെ നാട്ടിലുണ്ടായതിനെ. അപ്പോൾ നമ്മളെന്താ ആ വീടിന് 50 സെൻറ്റ് പറമ്പുണ്ടാവും. ഈ 50 സെൻറ്റ് പറമ്പിൽ കോമ്പൗണ്ട് ഉണ്ടാവും. അവിടെ മുത്തച്ഛനും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ. കുട്ടികൾ ആരുമില്ല. അപ്പോൾ ഒരു പറമ്പിലൊന്നും ഇറങ്ങാറില്ല. ആ വീട്ടിൽ അവർക്ക് ജോലി ചെയ്യുന്നൊരു ചേച്ചി ഉണ്ടാവും. ആ ചേച്ചി രാവിലെ ഉച്ചയ്ക്ക് ഒന്ന് മിറ്റമൊക്കെ ഒന്ന് ചൂലുകൊണ്ടൊന്ന് അടിച്ചിട്ടിട്ട് അവർക്ക് എന്തെങ്കിലും ചൂട് സാധനം കഞ്ഞിയോ ചായയൊക്കെ വെച്ച് കൊടുത്തിട്ട് അവരങ്ങ് പോകും. അപ്പോൾ ഈ പറമ്പ് മുഴുക്കനും വേക്കൻ്റായി കിടക്കണം. അപ്പോൾ തെങ്ങിൽ നിന്ന് ഓല വീണ് അത് ചപ്പായി കിടക്കുന്നു. മരത്തിൽ നിന്ന് ഇല വീണ് ചപ്പായി കിടക്കുന്നു. അപ്പോൾ മുട്ട വരും. ആ പറമ്പിൻ്റെ മതിലൊരു മൂർഖൻ പാമ്പ് മുട്ടയിട്ട് 28 കുഞ്ഞുങ്ങൾ, 30 കുഞ്ഞുങ്ങളുണ്ടെന്നിരിക്കട്ടെ. ഈ 30 കുഞ്ഞുങ്ങളിൽ 1-2 മുട്ട കേടായി ബാക്കി 28 കുഞ്ഞുങ്ങൾ വിരിഞ്ഞെന്നിരിക്കും. ഈ 28 കുഞ്ഞുങ്ങളും പുറത്തിറങ്ങുമ്പോൾ ഇവനെ വേട്ടയാടുന്ന പക്ഷി ഉപ്പൻ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ പറന്ന് വരുമ്പോൾ തന്നെ ഈ ചപ്പുള്ളതുകൊണ്ട് അവന് ചപ്പിനകത്തേക്ക് ഒളിക്കാൻ പറ്റും. മറ്റേ മൂങ്ങ രാത്രി വന്ന് എടുക്കാൻ വരുമ്പോൾ അവൻ ചപ്പിനകത്തേക്ക് ഒളിക്കുന്നു. അപ്പോൾ ഇവർക്ക് അവിടെ രക്ഷാകവചമായി അത് മാറുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ ഈ പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവിടെ വളരാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. ആ സാഹചര്യം വരുമ്പോൾ എന്ത് തീരെ വിശന്നാൽ മാത്രമേ അവർ പരസ്പരം തിന്നുന്നു. അപ്പോൾ അങ്ങനെ പരസ്പരം തിന്നുക, തീരെ വിശന്നാൽ മാത്രം, വേറെ ഫുഡ് കിട്ടിയില്ലെങ്കിൽ മാത്രം പരസ്പരം തിന്നുന്ന ഒരു ജീവിയാണ് പാമ്പുകൾ. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ 3 വർഷം കഴിയുമ്പോൾ അവർ ഇണ ചേരുന്നു. അപ്പോൾ വീണ്ടും അടുത്ത അതിൻ്റെ വേറെ ഏതെങ്കിലും ഒരു സൈഡിൽ തന്നെ മുട്ടയിട്ട് കുഞ്ഞുരിയുള്ള സാഹചര്യം വരുന്നു. അപ്പോൾ നമ്മൾ പറമ്പ് വൃത്തിയാക്കിയിരുന്നത് പണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പണ്ട് കാലങ്ങളിൽ നമുക്ക് 1 ഏക്കർ പറമ്പ് അല്ല 5 ഏക്കർ പറമ്പുണ്ടെങ്കിൽ വീട്ടിനൊരു കാരണവരുണ്ട്. ആ കാരണവർ കൃത്യമായിട്ട് എല്ലാ വർഷവും വേനലാകുമ്പോൾ പറമ്പ് മുഴുവനും പുല്ല് ചെത്തി കരിയിലേക്ക് തൂത്തിട്ട് മാളങ്ങളെല്ലാം ചവിട്ടി അടച്ച് അങ്ങനെയൊക്കെ. അപ്പോൾ പറമ്പ് വൃത്തിയാക്കി പോകുമ്പോൾ കിട്ടുന്ന സാധനം അന്നത്തെ പണിക്കാർ കുറേയൊക്കെ അടിച്ച് കൊല്ലും. പിന്നെ എല്ലാം ഭൂമിയിൽ വർദ്ധിക്കുമ്പോൾ ഒന്നിന് നാശമുണ്ട്. അപ്പോൾ പാമ്പുകൾ ഒരുപാട് വർദ്ധിച്ച് കഴിഞ്ഞാൽ മറ്റ് ജീവികൾക്ക് നാശമുണ്ട്. അപ്പോൾ അവർ കുറേ അതിനെ അങ്ങ് തല്ലിക്കൊല്ലും. അത് കഴിഞ്ഞ് പറമ്പിൽ കാണുന്ന എലിയുടെ മാളങ്ങൾ കല്ലൊക്കെ വെച്ചിട്ട് നല്ല ചവിട്ടി മണ്ണിട്ടങ്ങ് അടയ്ക്കും. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന പാമ്പിൻ്റെ മുട്ടയൊക്കെ അവിടെ നിന്ന് കേടായങ്ങ് നശിക്കും. അവിടെ ഇരിക്കുന്ന പാമ്പ് അതിനകത്തിരുന്ന് മരണപ്പെടും. ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു പ്രോസസ്സിങ് ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ പാമ്പുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പഴയ കാലത്തിൽ ആൾക്കാർക്ക് ഓരോ പാമ്പിനെ തിരിച്ചറിയായിരുന്നു. ഇപ്പോൾ ഒരാളുടെ പാമ്പ് കടി ഏറ്റില്ലെങ്കിൽ ഇന്ന പാമ്പാണെന്ന്
അവിടെയുള്ള കാരണവന്മാർ കണ്ടെടുത്തി പറയായിരുന്നു. പക്ഷേ ഈ പുതു സമൂഹത്തിലേക്ക് വരുമ്പോൾ, പുതിയ ആൾക്കാർ, പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ ഏത് പാമ്പ്, ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം മുറുക്കം പാമ്പാണോ ചേരയാണെന്ന് പോലും തിരിച്ചറിയില്ല. അപ്പം ആളുകൾക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റാതെ ഒരു അവയർനെസ് കൊടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം നല്ല കാര്യമാണ്. പക്ഷേ അതിലൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ അവയർനെസ് ആൾക്കാർക്ക് ധാരണ ഉണ്ടാകും. 2006 എനിക്ക് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് പാമ്പിനെ കൊണ്ട് ട്രെയിൻ ആൾക്കാർക്ക് ജനങ്ങൾക്കല്ല നമ്മൾ വനം വകുപ്പിനും മറ്റേ അതുപോലെ തന്നെ പോലീസിനും ഫോറസ്റ്റിനും അല്ല പോലീസിനും ഫയർഫോഴ്സിനും ഒക്കെ ട്രെയിനിങ് കൊടുത്ത് തുടങ്ങിയ ആളാണ് 2006 ചരിത്രത്തിൽ ആദ്യമാണ് 2006 തുടങ്ങിയ ആൾ. അന്നോട്ട് തുടങ്ങിയ അവയർനെസ് ആണ്. പക്ഷേ പാമ്പിനെ അറിഞ്ഞിട്ടും കാര്യമില്ല. കാരണം നമ്മൾ നിസ്സാരമായിട്ട് ഇന്നലെ ചെറിയൻകീഴ് അടുത്ത് പെരുങ്കുഴി എന്നുള്ള സ്ഥലത്ത് ഒരു പാമ്പ് കടി. ഒരാൾ വീടിൻ്റെ ഷെഡിനകത്തോട്ട് ഒരു പേര് പാമ്പ് കടിച്ചു, പെട്ടെന്ന് കടിച്ചു. കടിച്ചുടനെ ഇവരെന്താ ചെയ്യുന്നത്? നിങ്ങൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്, കടിച്ചുടനെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ കുട്ടി മരണപ്പെട്ട താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ മരുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു, കുട്ടി അവിടെ മരണപ്പെടുന്നു. നമ്മൾ തൃശ്ശൂർ സംഭവിച്ചതാണ്, അവരും വേറെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നത്, അവിടെ നിന്ന് അവിടെ മരുന്നില്ലെന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് മരണപ്പെടുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നലെ ഈ ചേര കടിച്ചിട്ട് ആ ചേരയുടെ കടി കിട്ടിയിട്ട് അവർ പെട്ടെന്ന് കൊണ്ടത് ചെറിയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റലാണ്. അവിടെ ചെന്നിട്ട് അവിടെ ഇരുത്തിയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. ചേര ആയതുകൊണ്ട് അപകടം ഉണ്ടായില്ല. വേറെ വലിയൊരു മൂർഖൻ ആ ചേരയുടെ അത്രയുള്ള മൂർഖൻ പാമ്പായിരുന്നെങ്കിൽ ഈ ആൾക്ക് ഡെത്ത് വന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ സത്യം പറഞ്ഞാൽ അത് അവർ ആരെയും കുറ്റം പറയില്ല, ഒരു സർക്കാർ സംവിധാനങ്ങളെ നമ്മൾ കുറ്റം പറയില്ല. പക്ഷേ ഉള്ളതിൽ പറഞ്ഞേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് മരണം സംഭവിക്കും. താലൂക്ക് ഹോസ്പിറ്റലിൽ ആൻറ്റിവനം ഉണ്ടെന്ന് പറയപ്പെടുന്നു, എനിക്കറിയില്ല. ആൻറ്റിവനം ഉണ്ടെന്ന് പറയപ്പെടുന്നു, ഒരു സ്ഥലത്തും ആൻറ്റിവനം കൊടുത്തായിട്ട് ഇതുവരെ റിപ്പോർട്ടുകളില്ല. ആൻറ്റിവനം സ്റ്റോക്ക് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇപ്പോൾ നിങ്ങൾ ഈ മലയാളി ഓൺലൈൻ മലയാളി നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഞാനൊരു ഫോണിലായിരുന്നു. അപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു ഡോക്ടറുടെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, കോഴിക്കോടൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഞാൻ കുറേ ബൈറ്റ് ഉണ്ട്, കുറേ നാളുകൊണ്ട് ഒരു ബൈറ്റ് ഞാൻ ആൾക്ക് ഇപ്പോൾ ഈ കടി ഇറങ്ങിയപ്പോൾ ഞാൻ പല വീഡിയോക്കും ബൈറ്റ് കൊടുത്തതിലൊരു കാര്യം പറഞ്ഞു, ആൻറ്റിവനം റീഡെവലപ്പ് ചെയ്യണം, പുതിയതായിട്ട് ചെയ്യേണ്ട കാര്യം സമയമായി. ഇത് പഴയതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ആൾ മരണപ്പെടുന്നത്, അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാകുന്നു, കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം ഒരു 2 വർഷത്തോളമൊക്കെ കാലാവധി ഉള്ളൂ. ഇപ്പോൾ പല സ്ഥലത്തും അല്ല, കാലാവധി കഴിഞ്ഞ സാധനങ്ങളാണ് കൊടുക്കപ്പെടുന്നത്, ഇത് ആർക്കും അറിയില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ശരിയാണ് സുരേഷ് എങ്ങനെ മനസ്സിലാക്കി? ഞാൻ പറഞ്ഞാൽ എനിക്ക് കടി കിട്ടുമ്പോൾ എനിക്കുണ്ടാകുന്ന റിയാക്ഷൻ കാര്യങ്ങൾ പണ്ടത്തെ പോലെയല്ല. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലായി. അപ്പോൾ അത് പുള്ളി പറഞ്ഞ് 1 മണിക്കൂർ നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, അത് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് പ്രാധാന്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മരുന്ന് ചെറിയൻകീഴ് പല താലൂക്ക് ഹോസ്പിറ്റലും ഉണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, താലൂക്ക് ഹോസ്പിറ്റലിൽ മരുന്ന് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. അവിടെ വേണ്ടത് ഒന്ന് വെന്റിലേറ്റർ സംവിധാനം വേണം. കാരണം മുറുക്കൻ പാമ്പിൻ്റെ കടിയിട്ടാണ് നമുക്ക് കൃത്യമായ ശ്വാസം കൊടുത്താൽ മരുന്നിനേക്കാളും പ്രാധാന്യം വെന്റിലേറ്റർ അഡ്മിറ്റ് ചെയ്ത് ശ്വാസം. അപ്പോൾ 70% അത് അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആൻറ്റിവനം കൊടുക്കുന്നത്. അപ്പോൾ ആൻറ്റിവനം മാത്രം വെച്ചിട്ട് ഒരു കാര്യമില്ല, ആൻറ്റിവനം ചെയ്യാൻ പറ്റുന്ന ഡോക്ടർമാർ വേണം. അതിന് വേണ്ടുന്ന ഡോക്ടർമാരുണ്ടോ? നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ എത്ര സ്ഥലങ്ങളിൽ ഡോക്ടർമാരുണ്ട്? നല്ല കഴിവുള്ള ഡോക്ടർമാരെ അവിടെ നമ്മൾ വെക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എല്ലാ ആൻറ്റിവനം ചെയ്യാൻ എല്ലാ ഡോക്ടർമാർക്കും അറിയാമോ? ഇല്ല, പലർക്കും അതറിയില്ല. അങ്ങനൊരു എക്സ്പീരിയൻസ് വളരെ അപൂർവം എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫസർമാർക്കും അങ്ങനെയുള്ള ഡോക്ടർമാർക്ക് മാത്രമേ, അല്ലാതെ പഠിച്ചു പറഞ്ഞവർക്ക് അതിന് പ്രത്യേകിച്ച് ട്രെയിനിങ് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് താലൂക്ക് ഹോസ്പിറ്റലിൽ നിങ്ങൾ ആശ്രയിക്കാതിരിക്കുക. അവിടെ നമുക്ക് കടിയേറ്റിരുന്ന വെന്റിലേറ്റർ വേണം. അതുപോലെ നമുക്ക് എന്താ പറയുക നമുക്ക് കിഡ്നി പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് ഡയാലിസിങ് ആവശ്യമാണ്. അപ്പോൾ ഇതൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും ആൻറ്റിവനം വാങ്ങിച്ച് വെച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ തെറ്റായ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കാറ്. പിന്നെ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കാനുള്ളത്, പാമ്പ് കടിയേറ്റ് ഇപ്പോൾ അടുത്ത് ഇന്നലെ ഞാനൊരു വാർത്ത ഒരു ലേഡിയുടെ ഒരു വാർത്ത കൊണ്ട്, പാമ്പ് കടിയേറ്റിൽ പേടിക്കേണ്ട, വീട്ടിലിരിക്കൂ, ആംബുലൻസ് ഒന്ന് കൊണ്ടുവന്നു. എങ്ങോട്ടാണ് കൊണ്ടുപോകണത്? മോർച്ചറിയിലേക്കാണോ അതെ അടക്കം ചെയ്യാനാണോ? എന്ത് പൊട്ടത്തരാണ് നിങ്ങൾ എഴുന്നള്ളിച്ച് വിടുന്നത്? അതെന്താ വണ്ടി ആക്സിഡൻ്റ് ആണോ? അത് തെങ്ങിൽ നിന്ന് താഴെ വീണാണോ? മരത്തിൽ നിന്ന് താഴെ വീണാണോ? അത് മുള്ളു കൊണ്ടതാണോ? അല്ലെങ്കിൽ പനി വന്നാണോ? അല്ലെങ്കിൽ ജലദോഷം വന്നാണോ? നിങ്ങളൊരു കാരണം ഒരു കാര്യം ഞാൻ പാമ്പ് കടി കിട്ടിയവർക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. പാമ്പ് കടി കിട്ടാത്ത ആൾക്കാർ അല്ലെങ്കിൽ പാമ്പ് കടി എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ചുമ്മാ ബുക്കിൽ വായിച്ചിട്ട് വന്നിട്ട് കഥ പറയാൻ നിൽക്കരുത്. പാമ്പ് കടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, ഒരു കാരണവശാലും പാമ്പ് കടിയായിട്ട് ആംബുലൻസ് വരുന്നവരെ കാത്തിരിക്കരുത്. നമുക്ക് എല്ലാ സ്ഥലത്തും 108 ആംബുലൻസ് 108 വരാൻ പറഞ്ഞു. 108 എന്ന് പറഞ്ഞ സാധനം എല്ലാ സ്ഥലത്തും ഇല്ല. അപ്പോൾ അത് നല്ല തിരക്കിലായിരിക്കും. ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഫ്രീ ആവേണ്ട അവരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സമയത്തിനോട് എത്താൻ കഴിയുന്നതല്ല. ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞായിരിക്കും അവരെത്തുന്നത്. ഒരു പാമ്പടി നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് ചെറിയൻകീഴ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വേണ്ട ഒരു 25 മിനിറ്റ് മതി. ഒരു വണ്ടി പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ 25 മിനിറ്റ് മതി. അപ്പോൾ ഒരു കാര്യം കാരണവശാലും നിങ്ങൾ ആംബുലൻസ് വെയിറ്റ് ചെയ്തിരിക്കരുത്. കിട്ടുന്ന വാഹനം ഏതാണോ അതിൽ ആൻറ്റിവനം ചെയ്യാൻ കഴിവുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഹോസ്പിറ്റലിൽ മാത്രമേ എത്തിക്കാൻ പാടുള്ളൂ. അല്ല ഒരു കാരണവശാലും നിങ്ങൾ എന്താ പറയുക ഒരു സംവിധാനം ഇല്ലാത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോലും അറിയാമല്ലോ. നമുക്ക് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒരു 3-4 വർഷങ്ങൾക്ക് മുന്നേ നല്ല സാമ്പത്തികമുള്ളൊരു വീട്ടിലാണ്, നല്ലൊരു വീട്ടിൽ ഒരു എന്താ പറയുക ദീപം കമ്പിക്കട എന്നൊരു കമ്പിക്കട വെഞ്ഞാറമുള്ള ആ കമ്പിക്കടയുടെ വീടെന്ന് വെച്ചാൽ അറിയാമല്ലോ, ഒരു വലിയ മോലാടിയുടെ വീട്. അവിടെ വീടൊക്കെ നല്ല ഹൈജീനിക്കാണ്, നല്ല കണ്ണാടിയോടെ കിടക്കുന്നത്. അപ്പോൾ അത് ഒരു 6 മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് സ്വന്തം കുഞ്ഞിൻ്റെ അമ്മ ഒക്കത്ത് വെച്ചുകൊണ്ട് കുഞ്ഞിന് പാൽ കൊടുക്കാണ്ട് വീട്ടിൻ്റെ പിന്നിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഒരു തവള ഇങ്ങനെ ചാടി വരുന്നതുകൊണ്ട് തവള ചാടി വന്നപ്പോൾ കുഞ്ഞ് വിചാരിച്ചാൽ തവളയായിരിക്കും. തവളയുടെ പുറകെ ഒരു മൂർഖനുണ്ടായിരുന്നു. കുട്ടി ഇവരെ കണ്ടപ്പോൾ തവളയങ്ങ് ചാടിപ്പോയി. കുട്ടി പോട്ടെ പോ പാമ്പ് ഇങ്ങനെ കാലനക്കിയപ്പോൾ ആ പാമ്പ് നേരെ വന്ന് കുട്ടിയുടെ തള്ളവരലിൽ കടിച്ച് ഉടനെ അവരെടുത്ത് ചെറിയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നേരെ ഗൗലത്തിൽ കൊണ്ടുവന്നു. എന്ത് പറയാനാ, ആ കുഞ്ഞ് 6 മാസമുള്ള
കുഞ്ഞു മോൾക്ക് ഇന്ന് മോൾക്ക് 8 വയസ്സോളം പ്രായമുണ്ട്. ആ കുഞ്ഞു മോൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടു, ഭർത്താവിന് ഭാര്യയെ നഷ്ടപ്പെട്ടു, അച്ഛനും അമ്മയ്ക്കും മക്കളെ മോളെ നഷ്ടപ്പെട്ടു. ഒരു കാരണവശാലും നിങ്ങളൊന്നും ചെയ്യുക, എത്രയും പെട്ടെന്ന് ആൻറ്റിബയോട്ടിക് ചെയ്യാൻ കഴിയുള്ള മെഡിക്കൽ കോളേജുള്ള ഹോസ്പിറ്റലുണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞ് ഞാൻ പേര് പറയാനുണ്ടെന്ന് ഒരുപാട് പറയണ്ട. അപ്പോൾ നിങ്ങൾ മൊബൈലിൽ കരുതി വെക്കേണ്ടത് 108ൻ്റെ നമ്പരല്ല, നിങ്ങൾ കരുതി വെക്കേണ്ടത് കേരളത്തിൽ ആൻറ്റിവനം തിരുവനന്തപുരം ജില്ലക്കാരാണ്. തിരുവനന്തപുരം ജില്ലയിൽ എവിടെയൊക്കെ ആൻറ്റിവനം ഉണ്ടെന്ന് കണ്ടു, കൊല്ലം ജില്ലയിൽ എവിടെയൊക്കെയാണ് ആൻറ്റിവനം ഉണ്ടെന്ന് നിങ്ങൾ ആ ലിസ്റ്റ് നിങ്ങൾ മൊബൈലിലേക്ക് തയ്യാറാക്കി വെക്കണം. അല്ല ആംബുലൻസിൻ്റെ നമ്പർ തയ്യാറാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് അറിയാലോ, എനിക്ക് വെഞ്ഞാറപ്പള്ളി വെച്ചൊരു കടി കിട്ടിയിട്ട് ഞാൻ മണ്ഡപം കടി കിട്ടിയിട്ട് അവിടെ നിന്ന് ഞാൻ ഓട്ടോ പിടിച്ച് വെഞ്ഞാറപ്പള്ളി ജംഗ്ഷനിൽ വന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് ആംബുലൻസ് കിട്ടിയത്. ആ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞാൽ വണ്ടി ഓടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തി. അപ്പോൾ അത് 1.5 മണിക്കൂർ. ഞാനായതുകൊണ്ട് അപകടമൊന്നും ഉണ്ടല്ലോ, മറ്റാർക്കെങ്കിലും ആയിരുന്നെങ്കിൽ ഡെത്ത് ഒന്നുമില്ല. ഒരു കാരണം പിന്നെ പറയാം, ആംബുലൻസിൽ എല്ലാ സംവിധാനമുണ്ട്. എന്ത് സംവിധാനമുള്ളത്? ആംബുലൻസിൽ ഇരിക്കുന്ന ഒരു നേഴ്സിന്, അല്ല 108 ആംബുലൻസിൽ ഇരിക്കുന്ന നേഴ്സിന് എന്താ ചെയ്യാൻ പറ്റുക? ഇൻറ്റിബേറ്റ് ചെയ്യാൻ പറ്റും, വെന്റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഡോക്ടർക്ക് അല്ലാത്ത ഒരാളിനെ ഇൻറ്റിബേറ്റ് ചെയ്യാൻ പറ്റുമോ? CPR എടുക്കാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ പ്രവചനങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. അത് ജനങ്ങളെ കൂടുതൽ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളെ കൂടുതൽ മരണത്തിലേക്ക് നിങ്ങൾ എത്തിക്കും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രശ്നം എനിക്ക് പറയാനുള്ളത്. ഇനി ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഒരു മീഡിയയിൽ ഒരു 10 എപ്പിസോഡ് അല്ലെങ്കിൽ 25 എപ്പിസോഡ് പോയാൽ ഇത് തീരാൻ പോകുന്നില്ല. നമ്മൾ ഒരുപാട് ലോങ്ങായി പറഞ്ഞ ആളുകൾ ഇത് കേൾക്കാൻ പോകുന്നില്ല. എല്ലാവരും അങ്ങ് എന്താ പറയുക, റോൾ ചെയ്ത് പോവുകയുള്ളൂ. അങ്ങനെ ഒരുപാട് സംസാരിക്കാനുണ്ട്. ചേട്ടാ എന്നാലും ചോദിക്കുകയാണ്, ഇപ്പോൾ ആൻറ്റിവനത്തിൻ്റെ കാര്യം ചേട്ടൻ സംസാരിച്ചു. അപ്പോൾ ഈ ആൻറ്റിവനത്തിൻ്റെ കാലഹരണം, അതായത് എന്ന് വെച്ചാൽ പണ്ട് കണ്ടെത്തിയ ഒരു സാധനമാണ്. അതെ. അതിൻ്റെ ഒരു ന്യൂ ജെൻ അല്ലെങ്കിൽ പുതിയ ജനറേഷൻ ഒരു സാധനം കണ്ടെത്തിയിട്ടില്ല. അതെ. അപ്പോൾ അതും ഒരു ഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവായിട്ടാണല്ലോ ബാധിക്കുന്നത്. പിന്നെ 100%, 100ൽ 99 നമുക്കല്ല 100% നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുന്നത്. അത് ഞങ്ങൾ ഇന്നലെ ഒരു ചർച്ചയിൽ ഡോക്ടർ ദിലീപ് അതായത് ഒരു പുതിയ കിറ്റ്, അതായത് കടിയേൽക്കുന്ന മുറിവിൽ നിന്ന് ബ്ലഡ് ശേഖരിച്ചിട്ട് അല്ലെങ്കിൽ കടിയേറ്റാളുടെ യൂറിൻ്റെ ഒരു ഡോട്ടോ എടുത്തിട്ട് കിറ്റിലേക്ക്, അതായത് നമ്മുടെ പ്രഗ്നൻസി ആ ഒരു ടെസ്റ്റ് ചെയ്യുന്ന ഒരു പുതിയ കിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ വിപണിയിൽ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതുവഴി നമുക്ക് അറിയാൻ പറ്റും ഇത് ഏത് പാമ്പാണ്. അപ്പോൾ അങ്ങനെ ഏത് പാമ്പാണെങ്കിലും ഇപ്പോൾ നമുക്ക് കൊടുക്കുന്ന മൂർക്കൻ കടിച്ചാലും അണലി കടിച്ചാലും മലബാർ നമ്മുടെ ചുരുട്ടമണ്ടി എന്നറിയപ്പെടുന്ന അംബിനോസ് പിറ്റ് വേപ്പ് കടിച്ചാലും ശങ്കുരം കടിച്ചാലും കൊടുക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു യൂണിറ്റ് നടക്കുന്നു. ആ സെപ്പറേഷൻ നടന്ന് പുതിയ മരുന്ന്, പഴയ മരുന്ന് മാറ്റണം, ഉറപ്പിച്ച് പറഞ്ഞ് മാറ്റിയില്ലെങ്കിൽ ഡെത്ത് കൂടും, പാമ്പടിയിട്ട് ഡെത്ത് കൂടും. അതിന് യാതൊരു സംശയമില്ല. അറിയാലോ, അതിന് തെളിവാണ് പേവിഷബാധയുടെ റാബിറ്റിൻ്റെ മരുന്നെടുത്തിട്ട് എത്ര കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ മരണപ്പെട്ടത്. എന്തുകൊണ്ടാണ്? പണ്ട് അപ്പൂപ്പൻ്റെ അമ്മൂമ്മൻ്റെ കാലത്ത് ജാമ്പവൻ്റെ കാലത്ത് കണ്ടുപിടിച്ച സാധനം വെച്ചാണ് ഇന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇതിനെ മാറ്റിയില്ലെങ്കിൽ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ ജനങ്ങളെ പറ്റിക്കരുത് എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഈ എന്താ പറയുക ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ അതുപോലെ തന്നെ സാധാരണയായിട്ട് ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഘട്ടത്തിലുള്ള ഈ മൂർഖൻ, അണലി അങ്ങനെയുള്ള അതല്ലാതെ അപൂർവ ഇനം പാമ്പുകൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ടോ, അല്ലെങ്കിൽ പൊതു സ്ഥലത്തേക്ക് വരുന്നുണ്ടോ? നല്ല ചോദ്യമാണ്. ഇപ്പോൾ അപൂർവേനം പാമ്പുകൾ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് പല സ്ഥലത്ത് ഇപ്പോൾ പാമ്പുകളെ വീട്ടിൽ വാങ്ങി വളർത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ നാട്ടുകാർ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ പാമ്പുള്ള വിദേശിനം പാമ്പുകൾ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലൊക്കെ ജനിക്കുന്ന പാമ്പുകൾ ഇവിടെ കൊണ്ടുവന്ന് വളർത്തുന്ന സംഭവമാണ്. അങ്ങനെ വളർന്നു വരുന്ന പാമ്പുകൾ ചില സ്ഥലം കോറൽ സ്നേക്കുകളൊക്കെ ഇങ്ങനെ അവരെ കയ്യിൽ നിന്ന് ചാടിപ്പോയിട്ട് നമ്മുടെ അടുത്ത പറമ്പുകളിൽ പല സ്ഥലത്തും ഫോട്ടോ കണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ച പോലെ, പ്രിയപ്പെട്ട സഹോദരൻ ചോദിച്ച പോലെ, ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലില്ല, മഹാരാഷ്ട്രയിലും കർണാടകത്തിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കണ്ടുവരുന്നു എന്ന് പറയുന്നത് ബാൻഡർ ക്രൈറ്റ് എന്നറിയപ്പെടുന്ന പാമ്പിനെ നമ്മുടെ മലയൻകീഴ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടെത്തിയ സമയത്ത് എനിക്ക് തോന്നുന്നത് അതൊരു 8 വർഷങ്ങൾക്ക് മുന്നെയാണ് കണ്ടിട്ട്. അത് ഒരെണ്ണം ഒരു വീട്ടിൽ രാത്രി കണ്ടു, വഴിപ്പറമ്പിൽ കണ്ടു. എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആര്യനല്ല, എനിക്ക് തോന്നുന്നത് കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ നിൽക്കായിരുന്നു. അവിടെ ഞാൻ ഓടി വന്ന് ഇത് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ അത് വീഡിയോ ചെയ്ത സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഇത് ഇവിടെ ഉള്ളതല്ല, ഇത് വാവശ്ശേരി കർണാടകത്തിൽ നിന്ന് കൊണ്ടിട്ട് പഠിച്ചെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അത് പാമ്പിനെ കുറിച്ച് ഞാനൊരു സത്യം എൻ്റെ പ്രിയപ്പെട്ട ഓൺലൈൻ മലയാളികളുടെ പ്രേക്ഷകരോട് പറയുകയാണ്. നിങ്ങളൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഒരു പഠനങ്ങളില്ല, ഒന്നിനെക്കുറിച്ചും പഠനങ്ങളില്ല, ചുമ്മാ തള്ളി വിടുകയാണ്. ചില ആൾക്കാരെന്ന് പറയുന്നത് പാമ്പ് കടിയുടെ എണ്ണം കുറഞ്ഞു. എന്തിൻ്റെ ബേസിലാണ് പറയുന്നത്? എന്തിൻ്റെ കണക്കിൻ്റെ ബേസിലാണ് പറയുന്നത്? ഏത് കണക്കിലാണ് പറയുന്നത്? ശുദ്ധ മണ്ടത്തിലുള്ള. നിങ്ങൾ നോക്കി, ഈ മാസം തന്നെ 13 പേരുടെ ജീവൻ അപഹരിക്കപ്പെട്ടു. ഈ വർഷം ഇപ്പോൾ 4 മാസം ആവുന്നേ ഉള്ളൂ. എത്ര പേരുടെ ജീവൻ അപഹരിക്കപ്പെട്ടത്? ഈ വർഷം എനിക്ക് തോന്നുന്നു, എൻ്റെ കണക്കൂട്ടി ചെയ്യണമെങ്കിൽ ഇനി ഈ ഒരു വർഷം എനിക്ക് തോന്നുന്നു 100 മേളിലോട്ട് ഡെത്ത് വരാൻ സാധിക്കും. കാരണം അത് അത്രയ്ക്ക് പാമ്പ് കടിയുടെ എണ്ണം കൂടുകയാണ്. കാരണം ഇന്നലെയൊക്കെ എനിക്ക് ഡെയിലി 1, 2, 10, 100 കടികളല്ല 14 ജില്ലയിലും പറഞ്ഞാൽ കൃത്യമായിട്ട് കണക്കുകളില്ല. വൈദ്യന്മാരുടെ അടുത്ത് പോകുന്ന എത്ര കേസുകളുണ്ട് കണക്കുണ്ടോ? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്ന കണക്കുണ്ടോ നിങ്ങളിൽ? വെനമില്ലാത്ത പാമ്പ് ഇതിൻ്റെ എല്ലാം വെനമുള്ളതിൻ്റെയും വെനമില്ലാത്തതിൻ്റെയും ഡാറ്റ ഇതിനെക്കുറിച്ച് പഠിച്ചില്ല എങ്കിൽ നമുക്ക് അനിവാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കടി കിട്ടി, ഒരു ഹോസ്പിറ്റലിൽ ഒരു കടി, മൂർഖൻ പാമ്പിൻ്റെ കടി, അല്ലെങ്കിൽ വെനമുള്ള പാമ്പിൻ്റെ കടി, അതിനെ സ്റ്റഡി ചെയ്യണം.
നോൺ വെനമസിൻ്റെ സ്റ്റഡി ചെയ്യണം. ഈ 2 സ്റ്റഡിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ വരും കാലങ്ങളിൽ നമുക്ക് ഈ ഇപ്പോൾ കോബ്ര ബൈറ്റ് കിട്ടി, കോബ്ര ബൈറ്റ് ഏത് സാഹചര്യത്തിൽ കിട്ടി, എത്ര മണിക്കൂർ കിട്ടി, എത്ര മണിക്കൂർ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു, എത്ര പേര് ആൻറ്റിബയോട്ടിക് കൊടുത്തു, ഇങ്ങനൊരു സ്റ്റഡി. ഇപ്പോൾ സ്റ്റഡിയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കിത് നിങ്ങൾക്ക് ഇന്ന് ഒരാഴ്ച കൊണ്ട് തീരത്തില്ല എടുത്തെടുത്താൽ. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ മുന്നോട്ട് വരണം. പുതിയ തലമുറ നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുടെ ബുദ്ധി നമ്മുടെ നാട്ടിലേക്ക് ഉപയോഗിക്കാനുള്ള സംവിധാനം നമ്മളിവിടെ വളർന്നില്ല എങ്കിൽ ഒരു കാര്യമില്ല. കുറേ വൃദ്ധന്മാരെ മാത്രം നമുക്കിവിടെ വളർത്തിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അത് മാറണം. അത് പഠിച്ച് പുതിയ തലമുറയെ കൊണ്ട് ഇവിടെ തന്നെ നിർത്തി പുതിയ റിസർച്ച് ഹോൾഡർമാരുണ്ട്, അവരെ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കൂ. ഒന്നും നടക്കുന്നില്ല. നിങ്ങൾ പാമ്പിൻ്റെ വനത്തിന് ഏതെങ്കിലും സംഘടന, ഇപ്പോൾ കാര്യമായിട്ട് യൂണിവേഴ്സിറ്റി പോലത്തെ ഒരു സംഘടന ജന്തുശാസ്ത്ര വിഭാഗത്തിൽ റിസർച്ചിന് വേണ്ടി വനത്തിന് പെർമിഷൻ കൊടുത്തിട്ട് 2 വർഷം കഴിഞ്ഞാണ് പെർമിഷൻ കിട്ടിയത്. അപ്പോഴത്തേക്ക് അവരുടെ സ്റ്റഡി അവർ തന്നെ മടിച്ചു. ഇതെന്തുകൊണ്ടാണ് ഇതിൻ്റെ പിറകെ എന്തിനാണ് മെനക്കെണ്ണ? ഇത് അർപ്പണബോധമുള്ളവർക്ക്, അല്ലാതെ റിസർച്ച് ചെയ്ത് എനിക്ക് പേരെടുക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്നവർക്ക് ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നല്ല അർപ്പണബോധമുള്ളത്, ഇത് ഞങ്ങൾ അടുത്ത തലമുറയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം, എന്തെങ്കിലും കണ്ടുവെക്കണം എന്നുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ കൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സംവിധാനം വന്നാൽ മാത്രമേ കേരളത്തിൽ പാമ്പടിയുടെ എണ്ണം കുറയ്ക്കാനും പാമ്പടിയുടെ മരണം കുറയ്ക്കാനും 2030 ആകുമ്പോൾ 0 ബൈറ്റ് പോളിസി 0 ഡെത്ത് പോളിസി നടക്കാൻ പോകുന്നില്ല. 2030 എന്നുള്ളൊരു 35 40 ഒക്കെ ആകുമ്പോഴത്തേക്കെങ്കിലും ആ ഒരു സംവിധാനത്തിൽ വന്നില്ല എങ്കിൽ കഷ്ടമാണ്. കാരണം പാമ്പിന് വളരാനുള്ള സാഹചര്യം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഭയമല്ല വേണ്ടത്, മുൻകരുതലാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ ചേട്ടാ, സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പുകളെ കാണുമ്പോൾ ബാബ സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ പാമ്പിനെ പിടിക്കുന്ന ആളുകളാണെങ്കിലും കേരളത്തിൽ അത് ഈ പറയുന്ന നമ്പർ ഓഫ് എണ്ണങ്ങളില്ല. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം പല സ്ഥലങ്ങളിലും പാമ്പുകൾ കാണുന്നുണ്ട്. ഒരു ആൾ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു കുടുംബം ഒരു പാമ്പിനെ കാണുമ്പോൾ അവരെന്താണ് ശരിക്കും ചെയ്യേണ്ടത്? അവരിപ്പോൾ ചെയ്യുന്ന പറഞ്ഞില്ല, അവരിപ്പോൾ കണ്ട ഞാൻ അടിച്ചു കൊല്ലുന്നു. കാരണം വെച്ചാൽ ഇപ്പോൾ പാമ്പടി ഡെയിലി കേൾക്കുന്നുണ്ട്. പാമ്പടിയുടെ എണ്ണം കൂടുന്നതുകൊണ്ടും പാമ്പടിയുടെ മരണം കൂടുന്നതുകൊണ്ടും അവരിപ്പോൾ ഭയങ്കര ഭീതിയിലാണ്. ആ ഒരു ഭീതിയുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട്, ഇപ്പോൾ 2 മാസത്തിന് ഇപ്പം 2-3 മാസത്തിനിപ്പുറം 2 മാസത്തിനിപ്പുറം ആൾക്കാർ ഭയങ്കരമായിട്ട് പാമ്പിനെ തല്ലിക്കൊള്ളുന്നു. പക്ഷേ ഒരു കാര്യം എപ്പോഴും മനസ്സിലാവും, പാമ്പ് നമ്മുടെ കൂട്ടുകാരനെന്നോ മിത്രമോ ബന്ധുവോ സ്വന്തമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പാമ്പ് നമുക്ക് അനിവാര്യമാണ്, എക്കോ ബാലൻസിങ്ങിന് അനിവാര്യമാണ്. പിന്നെ കടിയേറ്റ് മരണപ്പെടാൻ നമ്മൾ നമുക്കറിയാം. നമ്മളിപ്പോൾ 1.5-2 കോടി രൂപ കൊടുത്ത് വണ്ടി ബെൻസൊക്കെ വാങ്ങിയിട്ട് ബെൻസൊക്കെ അപകടത്തിൽപ്പെടുന്നില്ലേ, കാർ വാങ്ങിച്ചിട്ട് അപകടത്തിൽപ്പെടുന്നില്ലേ, 2 വീലർ ഓടിയിട്ട് അപകടം. ഇപ്പോൾ ഇതൊക്കെ അപ്പോൾ നമ്മൾ അപകടം ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കുക. അറിയാം, ഞാനൊക്കെ ഒരു 25-30 വർഷം കൊണ്ട് വണ്ടി കാർ ബൈക്ക് ഓടുന്നുണ്ട്. പക്ഷേ എൻ്റെ ബൈക്ക് ആരെ ഇടിച്ചിട്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ പോകുന്ന കാർ ഇടിച്ചിട്ട് പല സമയത്ത് എനിക്ക് നട്ടലിന് 3-4 പ്രാവശ്യമായിട്ട് പൊട്ടലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ സൂക്ഷിക്കുക. ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇന്നടുത്ത് പാമ്പുണ്ട്, അപ്പോൾ നമുക്ക് പ്രിക്കോഷൻ എടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകുന്ന അമ്മമാർ ചെയ്യേണ്ട എന്താണ്? ഗംബൂട്ട് ധരിക്കുക. പിന്നെ അമ്മമാർ ചെയ്യേണ്ട നീളമുള്ള വടി ഉപയോഗിച്ച് തട്ടി നടന്നു പോവുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പാടത്ത് പണിക്ക് പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ പറമ്പിൽ പുല്ല്, ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ചപ്പിനകത്തൊക്കെ ഇറങ്ങിയ ആൾക്കാർ പുല്ലരിയാനായിട്ട് പയ്യൂന് പുല്ലരിയാൻ വരും. അവരെല്ലാം ഇതുപോലെ മുട്ടുവരെല്ലാം ഗംബൂട്ട് ധരിച്ചിരിക്കും. ഗംബൂട്ട് ധരിക്കാൻ വന്നിട്ട് ഇത്രയുള്ള ഗ്ലൗസ് ഇട്ടിരിക്കും. ആ ഗ്ലൗസ് ഇട്ടിട്ടാണ് കത്തി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതിനകത്തൊക്കെ ചെറിയ പാമ്പുകളുടെ കടിയുന്നവർക്ക് കയ്യിലും കിട്ടത്തില്ല, ഈ മുട്ടിൻ്റെ അതിൽ കിട്ടത്തില്ല. അപ്പോൾ അവർ സേഫ്റ്റി ആവുന്നു. അപ്പോൾ അതിൽ മുൻകരുതലെടുക്കുക. ഇപ്പോൾ കടി കിട്ടാതിരിക്കാനുള്ള ഒരു സമയം. ഇപ്പോൾ കൊന്നു പറഞ്ഞ് നമുക്ക് ഇതിന് പൂർണ്ണമായിട്ട് കൊന്നു കഴിഞ്ഞാൽ നമുക്ക് മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. കാരണം എന്താണ് പ്രശ്നം എന്നറിയാമോ? അപ്പോൾ നമുക്ക് നമ്മുടെ ജീവനക്കാലം വലുതൊന്നുമല്ല, ഒരിക്കലും മനുഷ്യൻ്റെ ജീവനക്കാലം വലുതൊന്നുമല്ല ഭൂമിയിൽ ഒരു സാധനം ഏത് ആ ജീവി നമ്മളെ ആക്രമിക്കാൻ വന്നാലും നമുക്ക് അവരെ കൊല്ലാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ജീവനക്കാലം വലുത് ഒന്നിനും പ്രാധാന്യമില്ല. ഇനി വരുന്ന കാലം ഇപ്പോൾ ഒരു പ്രശ്നം കൂടി ഉണ്ട്. പാമ്പിനെ പിടിക്കാൻ പോകുന്ന ആൾക്കാർ വളരെ മോശമായിട്ട് പല വീട്ടിലും പെരുമാറുന്നതായിട്ട് പറയുന്നുണ്ട്. കാരണം പാമ്പിനെ പിടിക്കാൻ വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല. ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട ഓൺലൈൻ മലയാളികളുടെ പ്രശ്നോട് ഞാൻ പറയാം, നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അപ്പോൾ ഞാനൊക്കെ ചിലപ്പോൾ കൗണ്ടിൽ എപ്പിസോഡ് നടക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞാൽ, വീഡിയോ എടുക്കരുത്, ഞങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് എടുക്കാമെന്ന് പറയും. അത് നമ്മുടെ പ്രോഗ്രാം ആയതുകൊണ്ടാണ്, അത് അവയർനെസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാനുള്ള അവകാശമുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് എടുക്കരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. അത് പറയുന്നുണ്ടെങ്കിൽ മാറി നിൽക്കാൻ പറഞ്ഞു, ഞങ്ങൾ എടുത്തിട്ട് നിങ്ങൾ പിടിച്ചാൽ മതി എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ പിടിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? പോലീസിനകത്ത് കയറി വരെ നമുക്കിന്ന് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനുള്ള നിയമമുണ്ട്. അതുപോലെ തന്നെ ഇത് കാട്ടിനകത്ത് പോയി എന്തെങ്കിലും ഇഞ്ചോടായിട്ട് നിൽക്കുന്ന മൃഗങ്ങളെ അതിക്രമിച്ച് കയറി ഫോട്ടോ എടുക്കാൻ പാടില്ല. വെളിയിലേക്ക് വന്ന സാധനങ്ങൾ നമുക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം, എവിടെ വേണമെങ്കിലും ഒരു പ്രശ്നമില്ല, ഒരു നിയമം. അപ്പോൾ അങ്ങനെ സ്വന്തം വീട്ടിൽ പാമ്പ് വരുമ്പോൾ നമ്മൾ മാറുന്നില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വരട്ടി അവരെ പുറത്തിറക്കുമ്പോൾ അടുത്തൊരു പാമ്പോ മരപ്പട്ടിയോ ഒക്കെ വന്ന് അവർ തല്ലിക്കൊല്ലും. അവർ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആരും അറിയാതെ കുഴിച്ചിടും. അത് അവരുടെ അവകാശമാണ്. എന്നിട്ട് കൊല്ലണത് അവകാശമല്ല, അവരുടെ സുരക്ഷ. നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളെ കൊച്ചാക്കുന്നു, നമ്മളെ കളിയാക്കുന്നു എന്നുള്ളതുകൊണ്ട് അവർ മനക്കേടുണ്ട്. ആൾക്കാർ ചിലപ്പോൾ അവർ വേറെ അടുത്ത വീട്ടുകാരാണ്, ഇപ്പുറത്തെ വീട്ടുകാരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ മോശമായിട്ട് പെരുമാറും. അപ്പോൾ ഇവരൊക്കെ എന്താ ചിന്തിക്കുക? നീ പോടാ, നിൻ്റെ ഒലിക്കുന്നത്, ഞങ്ങൾ ഇതിനെ ആരും അറിയാത്ത തല്ലിക്കൊന്നു, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതൊക്കെ മാറണം. ഞാനെന്ത് കഷ്ടം, എന്ത് നല്ല സന്തോഷത്തോടെ ഞങ്ങൾ നല്ല ടീം വർക്കായിട്ട്, നമ്മൾ വനം വകുപ്പായിട്ട് ചേർന്ന് നല്ല ടീം വർക്കായിട്ട് എല്ലാ വീട്ടിലും അവരിവിടെ ചിരിച്ച് തമാശ പറഞ്ഞ് അവരൊന്ന് കട്ടൻ ചായക്കിട്ട് വാങ്ങിച്ച് കുടിച്ച് അവരെയൊക്കെ ആശ്വസിപ്പിച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു വീട്ടിൽ നിന്ന് പാമ്പിനെ പിടിച്ചിട്ട് മടങ്ങി പോകുന്നു. ഇപ്പോൾ അങ്ങനെയാണ്, വന്നോടനെ സീരിയസ് ആയിട്ട് നിൽക്കുന്നു. ഞാൻ എന്തോ വലിയ സംഭവം ചെയ്യണം, ഒരു ചുക്കുമില്ല ചുണ്ണാമ്പുമില്ല, ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. അങ്ങനെ ഇപ്പോൾ നിങ്ങളെ വീട്ടിലൊരു പാമ്പ് വന്നു, നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു അപകടം കൂടാതെ സേവ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് ഒഴിവാക്കാം, ഒരു പ്രശ്നമില്ല.
ഒരു പക്ഷേ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിൽ സ്വയമായിട്ട് വന്നൊരു സാധനം നിങ്ങൾക്കൊരു പൈപ്പ് വെച്ച് പിടിച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ചേരയാണ് അല്ലെങ്കിൽ കാട്ടുപാമ്പാണ് പെരുമ്പാമ്പാണ് ഇതിനകത്ത് ജീവിച്ചോട്ടെ എന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒഴിവാക്കാം. ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ആരെങ്കിലും വീട്ടിൽ കൊണ്ടിടുമ്പോഴേ ഉള്ള പ്രശ്നം. ഇവിടെ ഇപ്പോൾ അതല്ലേ നടക്കുന്നത്. ഇപ്പോൾ തൊട്ട് മേളിൽ ഈ തൊട്ട് നമ്മൾ നിൽക്കുന്നതിന് തൊട്ട് മേളിൽ ഒരു 4 മാസങ്ങൾക്ക് മുന്നേ ഒരു വീട്ടിലൊരു പാമ്പ് വന്നു. ഒരു തൊട്ട് മേളിൽ ഒരു വീട്ടിലൊരു പാമ്പ് വന്നു. ആ ഒരാൾ പോയി പാമ്പ് പിടിച്ചാൽ പൈസ വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ 5500 രൂപ വെച്ച് 4500 രൂപ വാങ്ങിയിട്ട് പോയി എന്നുള്ളത്. 4500 അതേ വീട്ടിൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് 300 രൂപ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ജീവിതവും ജീവനും ഒക്കെ അർപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എൻ്റെ പാമ്പുകൾക്ക് വേണ്ടി എൻ്റെ അതിഥികൾക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല, എല്ലാം ഒരു അഴിഞ്ഞാട്ടം, ഒരു നിയന്ത്രണമില്ലാതെ വെറും മോശപ്പെട്ട രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ഈ സംവിധാനങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതിനൊരു അഴിച്ചുപണി വേണം. നല്ല രീതിയിൽ അഴിച്ചുപണി വന്നില്ലെങ്കിൽ ഇത് വഴിവിട്ട് പോവും, ഇത് വഴിവിട്ട് സഞ്ചരിക്കും. ഇത് ആൾക്കാർ അവസാനം ജനങ്ങളെ വനംവകുപ്പിൻ്റെ ഓഫീസർമാരെ കൈവയ്ക്കേണ്ട ഒരു സാഹചര്യം കണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് പാമ്പനെ കൊണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് തുറന്നു വിട്ട് നമ്മൾ ജനങ്ങൾ കൈവയ്ക്കാൻ പറ്റി. ജനങ്ങൾ ഒരിക്കലും ക്ഷമിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ ഓഫീസിലെ ഡോക്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചിറയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റലിൽ ആര് തന്നെ ആയിക്കോട്ടെ, ഇനി എൻ്റെ അപ്പനാണെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ചെയ്തത് തെറ്റല്ലേ. നിങ്ങളൊരു കുട്ടിയെ പാമ്പ് കടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ നേഴ്സിനോട് പറഞ്ഞത് എന്താണ്? ഒരു 2-3 പേരുണ്ടോ വരട്ടെ, എന്നിട്ട് ഞാൻ വരാം, എനിക്ക് ഉറക്കമാണ് 2-3 പേരുടെ വന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അല്ലേ? ഇങ്ങനെയാണോ പറയേണ്ടത്? ജീവൻ കൊടുക്കേണ്ടവരാണോ ജീവൻ എടുക്കാൻ ശ്രമിക്കുന്നത്? ഇങ്ങനെ ഉള്ളവരാണ് ആദ്യം ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.